അസ്സലാമു അലൈക്കും. നമ്മുടെ വായന തുടരുകയാണ്. മിറാമർ നോവലിൻ്റെ വായനയാണ് തുടരുന്നത്. യാ ലഹ മിൻ ലൗല അൽ അസ്വാത്തു ലൈസത്ത് ബിൽ ഗരീബ വലാകിന്നഹ തസ്റുഹു മുഹ്തദിമതൻ മാദാ യജ്രി ഖാരിജൽ ഗുർഫ ഗാദർത്തുൽ ഫിറാഷ വസ്സഅതു തദുഖുൽ ഖാമിസ മസാഅൻ തലഫഅതു بالروب ومضيت إلى الخارج لمحت طلبة وهو يختفي في حجرته ضاربا كف على كف ورأيت زهرة جالسة مقطبة وشبه باكية مقوسة الظهر والمدام واقفة أمامها في غاية من القدر ماذا هناك؟ എന്തൊരു ബഹളമാണിത്. പരിചയമുള്ള ശബ്ദങ്ങൾ തന്നെയാണ്, എന്നാലും പതിവിലും ഉച്ചത്തിലാണ് ബഹളം. മുറിക്കുള്ളിലായിരുന്ന ഞാൻ പുറത്തെന്തെന്ന് നടക്കുന്നതെന്നോർത്ത് അത്ഭുതപ്പെട്ടുപോയി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം വൈകുന്നേരം 5 മണി. കുപ്പായം എടുത്തിട്ട് പുറത്തേക്കിറങ്ങിയതും ആദ്യം കണ്ണിൽപ്പെട്ടത് ത്വൽബയായിരുന്നു. കൈകൾ തമ്മിൽ അടിച്ചുകൊണ്ട് തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയായിരുന്നു അയാൾ. സുഹറ ഒരു കസേരയിൽ കുനിഞ്ഞിരിക്കുന്നു. മുഖമാകെ ചുളിഞ്ഞ് കരച്ചിലിൻ്റെ വക്കോളമെത്തിയിരിക്കുകയാണ് അവൾ. മുന്നിൽ നിൽക്കുന്ന മാരിയാനയും ആകെ പരിഭ്രമിച്ച നിലയിലാണ്. കാലത്തിൽ മദാം ലമാ റഅത്നി സഹ്റ സയ്യിഅത്തൻ ജിദ്ദൻ യാ ആമിർ ബേക്ക്. സുഹ്റക്ക് വലിയ സംശയമാണ് ആമിർ ബേയ്. തശജ്ജഅത് സഹ്റ ബിഹുദൂരി ഫഖാലത് ബിഖശൂനത്തിൻ അറാദ അൻ ഉദല്ലികഹു ബാദറത്ഹാ അൽ മദാം ഇന്നക ലാ തഫ്ഹമീൻ ഇന്നഹു മരീദുൻ കുല്ലുനാ നഅലം ദാലിക് ഫി ഹാജത്തിൻ ഇലാ തദ്ലീക് കാന യുസാഫിറു കുല്ല സനത്തിൻ ഇലാ ഉർബ വമാദുംതു ലാ തുരീദീന ഫലൻ യുർഗിമുക അഹദുൻ. അപ്പം സുഹറ പറയാണ്, ഞാൻ അയാൾക്ക് മസാജ് ചെയ്തു കൊടുക്കണമെന്ന് ത്വൽബ ആവശ്യപ്പെട്ടു. അപ്പം മാരിയാനയുടെ മറുപടി, മോളെ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു രോഗിയാണ്. ചികിത്സയുടെ ഭാഗമായി മസാജ് ചെയ്യേണ്ട ആവശ്യം പുള്ളിക്കുണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എല്ലാ വർഷവും ചികിത്സക്കായി യൂറോപ്പിൽ പോകുന്ന മനുഷ്യനാണ്. പിന്നെ തനിക്കിഷ്ടമല്ലാത്ത കാര്യം ഇവിടെ ആരും നിർബന്ധിക്കാനും വരില്ല. കാലത്ത് സഹ്റ ബി ഹിദ്ദത്തിൻ ലം അസ്മഅ അൻ ദാലിക മിൻ ഖബൽ ദഖൽതു ഹുജ്റതഹു ബിനിയ്യത്തിൻ സലീമ ഫറഅയ്തു മുൻതരിഹൻ അലാ വജ്ഹിഹി ശിബ്ഹ ആരിൻ. ഞാനത്തരം ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടതുപോലുമില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി മുറിക്കുള്ളിലേക്ക് ചെന്ന ഞാൻ കണ്ട കാഴ്ച അർദ്ധനഗ്നനായി കിടക്കയിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. കഫായ സഹ്റ അർറജുലു കബീറുൻ അക്ബർ മിൻ വാലിദിക് ലൈസ ഇല്ലാ സൂഉ തഫാഹും ഖൂമി ഫഗ്സിലി വജ്ഹക് വൻസി അൽ അംറ കുല്ലഹു. ഒന്ന് സമാധാനപ്പെടൂ സുഹറ, അയാളൊരു വൃദ്ധനല്ലേ, നിന്റെ വാപ്പയേക്കാൾ പ്രായമുള്ള മനുഷ്യൻ. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. പോട്ടെ, അതെല്ലാം മറക്ക്. എഴുന്നേറ്റ് പോയി മുഖം കഴുക്. ജലസ്ന അലാ കനബത്തി മിനൽ അബനൂസ് വഹ്ദന അൽ ഹവാ യസ്റുഖ് ഫിൽ ഖാരിജ് വന്നവാഫിസ് തസ്തഖ് ഗശാന സുംതുൻ സഖീലുൻ മുർഹികുൻ ഫഖാലത്തിൽ മദാം. ലോബിയിലെ ആ സോഫയിൽ ചെന്നിരുന്നതും മാഡം സംസാരിക്കാൻ തുടങ്ങി. പുറത്ത് നല്ല കാറ്റ്, ജനാലകൾ കൂട്ടിയിടിച്ച് ശബ്ദിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവൾ പോയത്. അതിൽ മോശം ചിന്തയൊന്നും ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഹുവല്ലദി ത്വലബ വഅന ലാ അശുക്കു ഫീ നിയ്യതിഹി തംതമത് ബിലഹ്ജത്തിൻ ദാതി മഅന. എൻ്റെ മാരിയാന, നിങ്ങൾക്കെന്താ അയാളെ സംശയമാണോ? അതശുക്കു ഫീ നിയ്യതിഹി അൽ അബസ് ലാ ഹുദൂദ ലഹു. പുള്ളിയുടെ വിഡ്ഢിത്തരങ്ങൾക്ക് ഒരു പരിധിയുമില്ല എന്ന പ്രശ്നമേ ഉള്ളൂ. ലാകിന്നഹു ഷെയ്ഖുൻ കമാ തഅലം. വൃദ്ധന്മാർക്കുമുണ്ടാകും അവരുടേതായ വിഡ്ഢിത്തരങ്ങൾ. വലിശിയൂഖി അബസുഹും ഐലൻ. ഖുൽതു ഇന്നഹ ഔലാ ബിൻ നുഖൂദ് മിൻ ഉഖറ ഗരീബ. ത്വൽബ ബേ ഏതെങ്കിലും പ്രൊഫഷണൽ മസാജ് സംഘത്തെ തേടിപ്പോകാതെ ആ പണം സുഹറയ്ക്ക് കിട്ടിക്കോട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. ഇന്നഹ ഫല്ലാഹ, അവളൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിയല്ലേ. സുമ്മ ദക്കർതുഹ ഖായിലൻ വഖദ് വദഅതിഹ ഫീ ഹിമാക്. അവളുടെ സംരക്ഷണ ചുമതല നീ ഏറ്റെടുത്ത കാര്യവും നീ മറക്കരുത്. ജാഅ ത്വൽബ ഫത്തഖദ മജ്ലിസഹു ഫീ ബസാത്തത്തിൽ ബരി മൻതിലാഖാതിഹി വറാഹ യഖൂൽ അൽ ഫല്ലാഹു യഈശു ഫല്ലാഹൻ വയമൂതു ഫല്ലാഹൻ. പിന്നാരെ
അരികിലെത്തിയ ത്വൽബ ബൈ നിരപരാധിയുടെ ഭാവത്തിൽ സുഹറയെ പരിഹസിച്ചു. ഈ കർഷകരുണ്ടല്ലോ, അവരെന്നും കർഷകർ തന്നെയായിരിക്കും, മരിക്കും വരെ അവർക്കൊരു മാറ്റവും ഉണ്ടാകില്ല. ഫഖുൽതു ബിളീഖിൻ ദഅഹ തഈശ് വതമൂത്ത് അലാ ഫിത്രതിഹ അലാ മാ ഫതറഹ അല്ലാഹു അലൈഹി വഖാല ബിഇംതിആലിൻ ഖിത്തത്തുൻ മുതവഹിഷ ലാ യഗുറുക മൻദറുഹ ഫിൽ ഫുസ്താൻ വജാകത്തൽ മദാം വജാകത അൽ മദാം അർറമാദിയ ഇന്നഹ ഖിത്തത്തുൻ മുതവഹിഷ. ആ കൊച്ചിനെ വിട്ടേക്ക്, പടച്ചവൻ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ അവൾ ജീവിക്കട്ടെ. എന്നാൽ ത്വൽബയുടെ അരിശമടങ്ങിയില്ല. ത്വൽബ പ്രതികരിച്ചു, അവളൊരു കാട്ടുപൂച്ചയാണ്. ആ ഫ്രോക്കും പിന്നെ മാഡം നൽകിയ ചാരനിറത്തിലുള്ള സ്വെറ്ററും കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, അവളൊരു കാട്ടുപൂച്ച തന്നെയാണ്. ഇനി ഹസീനുൻ മിൻ അജ്ലിക യാ സഹറ ഉദ്രികുൽ ആന മദാ വഹദതിക്. എൻ്റെ പൊന്നു സുഹറ, എനിക്ക് നിന്റെ കാര്യത്തിൽ അതിയായ ദുഃഖമുണ്ട് കേട്ടോ. നീ ഇപ്പോൾ എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകുമെന്നും ഞാൻ അറിയുന്നു. വലൈസൽ ബൻസിയുൻ ബിൽ മക്കാനിൽ മുനാസിബ് ലക് വൽ മദാം ഹാമിയതുക് ലൻ തതവർറഅ ഇൻദ അവ്വലി ഫുർസ അൻ ഇത്തിഹാമി ബറാഅതിക്. ഈ ഹോം സ്റ്റേ നിനക്ക് പറ്റിയ ഇടമേ അല്ല. പിന്നെ സംരക്ഷകയായ മാഡം തന്നെ ഒരവസരം വന്നാൽ നിന്നെ കുറ്റപ്പെടുത്താനും മടിക്കുകയില്ല. വതസഅല ത്വൽബ മർസൂഖ് ബഅദൽ അക്സിൽ ഊല ഖായിലൻ. ഇത് ത്വൽബയുടെ മറുപടിയാണ്. ആളുകളെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് നന്നായി അറിയാവുന്ന ദൈവത്തിൻ്റെ യുക്തി എത്ര വലുതാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. മൻ ദാ യുഹദ്ദിസുനി അൻ ഹിക്മത്തില്ലാഹി ഫി ഖൽഖിഹി ഫഹതഫത് മാരിയാന മുറഹിബത്തൻ ബിതഗ്യീരി മജ്റൽ ഹദീസ്. ത്വൽബേ, സൂക്ഷിച്ച് സംസാരിക്കണേ, ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. ഹാസിബ് അൻ തക്ഫുർ യാ ത്വൽബേക് ഫഅശാറ ഇലാ തിംസാലി അദ്റ വസഅല. മാരിയാന വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഹാസിബ്, ഖബിറിനി യാ സയ്യിദി യാ സയ്യിദത്തി ലിമാദാ റളിയല്ലാഹു ബിഅൻ യുസ്ലബ ഇബ്നഹു. കന്യാമറിയത്തിൻ്റെ രൂപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ത്വൽബ ചോദിക്കുകയാണ്, നമ്മുടെ ദൈവം തൻ്റെ പുത്രനെ കുരിശിൽ മരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്തിനാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ മാഡം? ഫഖാല ബിജദ്ദിൻ ലൗലാ ദാലിക ലഹല്ലത് ബിനൽ ലഅന. നമ്മുടെ വിമോചനത്തിനായി, അല്ലാത്ത പക്ഷം നമുക്കൊക്കെ ശാപമുണ്ടാകുമായിരുന്നു. ഫളഹിക ത്വവീലൻ സുമ്മഖാൽ. അപ്പോൾ അയാൾ കുറേ ചിരിച്ചുകൊണ്ട് പറയാണ്, അലം തഹുല്ല ബിന അൽ ലഅനതു ബഅദു. അപ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ശാപമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വകാന യസ്തരിഖു ഇലൻ നദ്രി വാന അതജാഹിലുഹു ഹത്ത ലകസനി ബിഖുഇഹി വഹുവ യഖൂൽ അയ്യുഹ സഅലബ് അലൈക അൻ തുസാലിഹനി മഅ സഹറ. ത്വൽബ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പ്രോത്സാഹനം ആവശ്യപ്പെടുന്നത് പോലെ എന്നെ ഒളികണ്ണിട്ട് നോക്കിയെങ്കിലും ഞാൻ അത് അവഗണിച്ചു. അതോടെ കൈമുട്ടുകൊണ്ട് എൻ്റെ ദേഹത്ത് കുത്തിയ ശേഷം അയാൾ പറഞ്ഞു, എടോ കളക്കുറുക്ക, ആ പെണ്ണുമായുള്ള പ്രശ്നം പറഞ്ഞൊതുക്കാൻ താനൊന്ന് സഹായിക്കണേ. നസീൽ ജദീദ് ഷൈഉൻ ഫി വജ്ഹിഹിൽ അസ്മർ അൽ വാളിഹ് അൽ മലാമിഹ് യശി ബിഅന്നഹു ഫല്ലാഹുൻ മുഅ്തദിലുൽ ഖാമ ഫി ഗൈരി ഇംതിലാഇ സുമ്രതിഹി അംയൽ ഇലൽ ഉമുഖ് ലഹു നളറ ഖവിയ്യ ഫി 30 മിൻ ഉംരിഹി ദഅതുഹുൽ മദാം ഇലാ മഖഅദി മിൻ മാഇദത്തിൽ ഇഫ്താർ വഹിയ തഖൂൽ മീസു സറഹാൻ അൽ ബഹീരി. ഏതെങ്കിലും പുതിയ താമസക്കാരനായിരിക്കുമോ? ഇരുണ്ട മുഖഭാവങ്ങൾ കണ്ടാൽ ഗ്രാമീണനാണെന്നേ തോന്നുകയുള്ളൂ. ഇടത്തരം പൊക്കവും വണ്ണവും, നല്ല ഇരുണ്ട നിറം, രൂക്ഷമായ നോട്ടം, 30 വയസ്സ് പ്രായമുണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഞങ്ങളുടെ മേശക്കരിയിലേക്ക് മാഡം അയാളെ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇത് മിസ്റ്റർ സറഹാൻ ബഹീരി. സുമ്മ ഖദ്ദമത്തിന ഇലൈഹി വത്വലബത് മിൻഹു അൻ യുസീദന تعريفا بنفسه إن شاء فقال بصوت قوي ذي طعم ريفي متمدن وكيل حسابات شركة الإسكندرية للغزل. ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. വിരോധമില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അലക്സാണ്ട്രിയ ടെക്സ്റ്റൈൽസ് മില്ലിലെ ഡെപ്യൂട്ടി ഹെഡ് അക്കൗണ്ടന്റാണ്. അക്കിബ ഖുറൂജിഹി ലഹിഖത്തിൽ മദാം മുഅ്ലിനതൻ അൻ സുരൂരിഹ വഖാലത്ത് നസീലുൻ മുഖീമുൻ ഐലൻ വബിനഫ്സി ഷുറൂത്ത്.
സെർഹാൻ തൻ്റെ മുറിയിലേക്ക് പോയതും സന്തോഷം മറച്ചുവെക്കാതെ മാരിയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അതേ വാടക സമ്മതിച്ച് അങ്ങനെ പുതിയൊരു താമസക്കാരനെ കൂടി കിട്ടി. വലം യക്കദ് യംലി ഉസ്ബൂഉൻ ഹത്താ ജാഅ ഹുസ്നി അല്ലാം ലിൽ ഇഖാമത്തി അയ്ലൻ വഹുവ ശാബുൻ യസ്ഗുറു സെർഹാൻ ബിഖലീൽ റബ്അത്തുൻ അബിയദുൽ ലൗൻ ذو بنيان متين يليق بمصارع وقالت المدام إنه من أعيان طنطا. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരാൾ കൂടി വന്നു ഈ മിറാമർ ഹോം സ്റ്റേയിലേക്ക്. ഹുസ്നി അല്ലാം, സെർഹാനേക്കാളും അല്പം കൂടി ചെറുപ്പം, വെളുത്ത ബലിഷ്ഠമായ ശരീരം, കണ്ടാൽ ഒരു ഗുസ്തിക്കാരനാണെന്നേ തോന്നൂ. തൻത്വായിലെ പേരുകേട്ട കുടുംബക്കാരനാണെന്ന് മാഡം പറഞ്ഞു കേട്ടു. വഅഖീറൻ ജാഅ മൻസൂർ ബാഹി മുദിഉൻ ബിമഹത്വത്തിൽ ഇസ്കന്ദരിയ في الخامسة والعشرين وقد أثر فيا وجهه الرقيق وقسماته الصغير الجميلة أجل في شيء من الطفولة ولا أقول الأنوثة ولكن بدا من أول الأمر إنه يعيش في ذاته عسير الألفة. അവസാനം മൻസൂർ ബാഹിയും സ്ഥലത്തെത്തി. അലക്സാണ്ട്രിയ റേഡിയോയിൽ അനൗൺസറാണ്. 25 വയസ്സ് പ്രായം. അയാളുടെ സുന്ദരമായ ആ ചെറിയ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കുട്ടിത്തം നിറഞ്ഞ എന്തോ ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. സ്ത്രൈണതയാണെന്നൊന്നും പറയുന്നില്ല, എന്നാൽ ആളൽപ്പം അന്തർമുഖനാണെന്ന് ആദ്യ മാത്രയിൽ കാണുമ്പോൾ തന്നെ തോന്നും. ഇദൻ ഖദ് ശമിലൽ ഉംറാൻ അൽ ഹുജറാത്ത് ജമീഅൻ വത്വാറത്തുൽ മദാം മിൻ ഫറഹ് വതവസ്സബ ഖൽബി ലിത്തർഹീബ് വത്തആറുബ് വലിഇശ്ബാഇ അവാതിഫിഹി അൽ മുതഅത്തിശ. അങ്ങനെ ഹോം സ്റ്റേയിലെ 5 മുറികളിലും അന്തേവാസികളെ കിട്ടിയതോടെ മാഡം സന്തോഷവതിയായി. പുതിയ അതിഥികളെത്തിയതിൻ്റെ ആവേശത്തിൽ തന്നെയായിരുന്നു ഞാനും. ചെറുപ്പക്കാർ കൂടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ശബാബു മറഹിൻ ജമീലുൻ ഫലഅല്ലഹും ലാ യസ്ഹദൂന ഫീ മജ്ലിസിനൽ അജൂസ്. നമ്മൾ വൃദ്ധന്മാരുടെ സഹവാസം അവർക്ക് മടുക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. ഫക്കാലത്ത് ബിസുറൂരിൻ വലൈസു ത്വലബ അല ഐ ഹാലിൻ. മാഡം പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, ശല്യക്കാരായ വിദ്യാർത്ഥികളല്ലല്ലോ അവർ. ലം യതജാവസ് അത്തആറുഫ് ഹുദൂദഹു റസ്മിയ ഹത്ത ഇഖ്തറബത് ലൈലത്തുൽ ഊല ലിമൗസിമി ഉമ്മി കുൽസൂം ഫഅലിംതു അന്നഹും സയസ്ഖറൂന മഅന حول الراديو وأنها ستكون ليلة طيبة عامرة بالشباب والغناء. നല്ലതുപോലൊന്ന് പരിചയപ്പെട്ട് വരുന്നതേയുള്ളൂ. രാത്രി റേഡിയോയിൽ ഈജിപ്തിൻ്റെ വാനമ്പാടി ഉമ്മു കുൽസൂമിൻ്റെ സംഗീത വിരുന്നുണ്ടാകും. ഞങ്ങൾക്കൊപ്പം പാട്ട് കേൾക്കാൻ പുതിയ താമസക്കാരും എത്തുമെന്നറിഞ്ഞു. ഓഹോ, ഇന്നു രാത്രി എന്തായാലും യുവത്വവും സംഗീതവും നിറഞ്ഞൊരു ആനന്ദരാവ് തന്നെയായിരിക്കും തീർച്ച. അദു ഫീമ ബൈനഹും അഷാഅൻ മിനശ്ശവായ് വശറാബ മിനൽ വിസ്കി ജലസ്ന ഹൗല റാദിയോ വസഹ്റ തഖൂമു അലാ ഖിദ്മതിന കനഹലത്തിൻ الليلة باردة ولكنها صامتة لم نسمع للرياح فيها صوتا. وقالت زهرة إن السماء صافية وإنك تستطيع أن تعد النجوم. ودارت الكؤوس وزهرة جالسة عند البازفان تراقبنا بنظرة باسمة. أنا طلب مرزوق وحده قلقا خفيا قال لي قبل السهر بأيام سينقلب البنسيون جحيما. إنه يخاف الأغراب ولم يشك في أنهم يحيطون بتاريخه وظروف حراسته علما إن لم يكن عن طريق الصحف ഫഅൻ സബീലിൽ മുദിഅ മൻസൂർ ബാഹി. പൊരിച്ച കബാബിറച്ചിയും വിസ്കിയുമായിരുന്നു ഞങ്ങൾ റേഡിയോയുടെ അരികിൽ സംഗമിച്ചു. വേണ്ട സേവനങ്ങൾക്കായി സുഹ്റ തേനീച്ചയെപ്പോലെ അടുത്തു തന്നെയുണ്ട്. തണുത്ത നിശബ്ദമായ രാവ്, കാറ്റിൻ്റെ ചൂളം വിളിയൊന്നും കേൾക്കാനില്ല. നല്ല തെളിഞ്ഞ ആകാശമാണെന്ന് സുഹ്റ പറഞ്ഞു. വേണമെങ്കിൽ മാനത്തെ മൊത്തം നക്ഷത്രങ്ങളെയും എണ്ണി നോക്കാമത്രേ. മദ്യം നിറച്ച ഗ്ലാസുകൾ കൈമാറുന്നതിനിടയിൽ ഞങ്ങളെ തന്നെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് തിരശ്ശീലക്കരിയിൽ സഹ്റ. എന്നാൽ ത്വൽബ മർസൂക്കിന് മാത്രം നിഗൂഢമായ എന്തോ ആശങ്കയുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ എന്നോട് പറഞ്ഞത് ഈ ഹോം സ്റ്റേ വൈകാതെ ഒരു നരകമായി മാറുമെന്നായിരുന്നു. അപരിചിതരെ അയാൾക്ക് ശരിക്കും ഭയമായിരുന്നു. തൻ്റെ ചരിത്രത്തെക്കുറിച്ചും
നേരിട്ട സർക്കാർ വേട്ടയെ സംബന്ധിച്ചുമൊക്കെ മറ്റുള്ളവർ അറിയാനിടയുണ്ട്. അത് ചിലപ്പോൾ പത്രങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ റേഡിയോ അനൗൺസറായ മൻസൂർ ബാഹി പറഞ്ഞിട്ടുമാകാം. وكانت المدام كعادتها قد استخلصت منهم المعلومات الخلقية معلومات الخليقة بأن تشبع تطفلها الأبدي. ഏതായാലും മാരിയാന പുതിയ അതിഥികളെ സംബന്ധിച്ച പ്രധാന വിവരങ്ങളൊക്കെ പതിവ് തെറ്റിക്കാതെ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. മിസ്റ്റർ സർഹാൻ ബഹീരി മിൻ ഉസ്രത്തിൽ ബഹീരി. മിസ്റ്റർ സർഹാൻ ബഹീരി ബഹീരി കുടുംബത്തിൽപ്പെട്ടയാളാണ്. ലം അസ്മ അനിൽ ഉസ്ര മിൻ ഖബിൽ വലാ ബുദ്ദ അലാ ത്വൽബ മർസൂഖ് നഫ്സഹു അന്നഹു സമിഅ ബിഹ. അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടേയില്ല. ഒരുപക്ഷെ ത്വൽബ മർസൂഖിന് അറിയാമായിരിക്കാം. വഖദ് ദല്ലഹു സ്വദീഖുൻ അലൽ ബൻസിയൂൻ ലമ്മ അലിമ ബിലീഖിഹി ബിശിഖ്ഖതിഹി അൽ ഖദീമ. മിസ്റ്റർ സർഹാൻ തൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും താമസം മാറാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ഏതോ ഒരു സുഹൃത്താണത്രേ നമ്മുടെ ഹോം സ്റ്റേയുടെ വിവരം പറഞ്ഞു കൊടുത്തത്. വ ഹുസ്നി അല്ലാം. അപ്പോൾ ഹുസ്നി അല്ലാമിൻ്റെ കാര്യമോ? മീസു ഹുസ്നി മിൻ ഉസ്രത്തി അല്ലാം ബി ത്വൻത. അദ്ദേഹം ത്വൻതയിലെ അല്ലാം കുടുംബക്കാരനാണ്. വഹുയ്യല ഇലയ്യ അന്ന ത്വൽബ യഅരിഫുഹ വലാകിന്നഹു തജന്നബൽ ഹദീസ് മാ അംകനഹു വഹുവ യംലികു മിഅത ഫിദ്ദാൻ. ത്വൽബയ്ക്ക് ഇവരെക്കുറിച്ച് അറിയാമെന്ന് തോന്നി, പക്ഷെ അയാളായിട്ട് ഒന്നും മിണ്ടുന്നുമില്ല. 100 ഏക്കർ ഭൂമിയുടെ ഉടമയാണ്. കാലത്ത് ബി സഹ്വിൻ കഅന്നഹ ഹിയൽ മാലിക ലം തസിദ് വലം തൻഖുസ് ഫസൗറത്ത് ലം തമുസ്സഹു വതഹല്ലല വജ്ഹുഹ കഅന്നമൽ നജാതു കാനത് ലഹ വഖദ് ജാഅ ഇസ്കന്ദരിയ ലിയുൻശിഅ ലിനഫ്സിഹി അമലൻ ഹുനാ സഅലഹു സർഹാൻ വലിമ ലാ തസ്റ അർലക് ഫഖാല ബിക്തിലാമിൻ മുഅജ്ജറ. താനാണ് അതിൻ്റെ ഉടമ എന്ന ഭാവത്തിൽ അഭിമാനത്തോടെ മാരിയാന പറഞ്ഞു. 100 ഏക്കർ ഭൂമിയുടെ ഉടമയാണ് ഈ ഹുസ്നി അല്ലാം. പക്ഷേ വിപ്ലവം അവരുടെ സ്വത്തുക്കളെ മാത്രം തൊട്ടതേയില്ല. തൻ്റെ സ്വത്തുക്കളാണ് സർക്കാരിൻ്റെ പിടിയിൽ അമരാതെ രക്ഷപ്പെട്ടതെന്ന ഭാവത്തിലായിരുന്നു മാഡം. പുതിയൊരു ബിസിനസ് തുടങ്ങാനാണ് പുള്ളിക്കാരൻ അലക്സാണ്ട്രിയയിൽ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് സ്വന്തം ഭൂമിയിൽ തന്നെ കൃഷി ചെയ്തുകൂടാ? സർഹാൻ്റെ ചോദ്യം കേട്ടതും ഹുസ്നി ഇത്ര മാത്രമാണ് പറഞ്ഞത്: അത് ഞാൻ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഫതഫഹസഹു സർഹാൻ ബിനദ്റത്തിൻ മുദാഇബ സുമ്മ ഖാല ഖുൽ ഇന്നക ലം തസ്റഅ ഫി ഹയാതിക ഖീറാതൻ. ഈ ഹുസ്നി അല്ലാമിൻ്റെ സംസാരം കേട്ടപ്പം സർഹാൻ അദ്ദേഹത്തെ നോക്കിയിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു, നീ സർഹാൻ്റെ ചോദ്യം കേട്ടതും ഹുസ്നി ഇത്രമാത്രമാണ് പറഞ്ഞത്: ജീവിതത്തിൽ ഇന്നുവരെ ഒരു മൺവെട്ടിയോ തൂമ്പയോ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞുകൂടെ? വലഹിക സലാസത്തുഹും വലാകിൻ ബറസത്ത് ലഹ്കത ഹുസ്നി അൽ മുജൽജില. സർഹാൻ്റെ തമാശ കേട്ടതും ചെറുപ്പക്കാർ 3 പേരും ചിരിച്ചു. കൂട്ടത്തിൽ ഉറക്കെ ചിരിച്ചത് മറ്റാരുമല്ല, ഹുസ്നി അല്ലാം തന്നെയായിരുന്നു. സുമ അഷാറത്തിൽ മദാം ഇല മൻസൂർ ബാഹി വക്കാലത്ത് അമ്മ ഹാദ ഫഹുവ ഷഖീഖു സ്വദീഖിൻ ഖദീമിൻ യുഅതബറു മിൻ അഹ്സനി ദുബ്ബാത്തിൽ ബുലീസ് അല്ലദീന അറഫത്തുഹുമുൽ ഇസ്കന്ദരിയ. പിന്നെ ഇദ്ദേഹം എൻ്റെ പഴയൊരു സുഹൃത്തിൻ്റെ സഹോദരനാണ്. അലക്സാണ്ട്രിയയിലെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ആളാണ് ഇദ്ദേഹം. മൻസൂർ ബാഹിയെക്കുറിച്ച് പറഞ്ഞതാണ്. മൻസൂർ ബാഹിയെ ചൂണ്ടി മാരിയാന പറഞ്ഞു: ഖുയ്യല ഇലയ്യ അന്ന അഷ്ദാഖു തലബ ഖദ് ഇസ്ദാദത് ഇന്തിഫാഖൻ. ഇത് കേട്ടപ്പോൾ ത്വൽബയുടെ കവിളുകളാകെ ചുവന്നു പോയതുപോലെ തോന്നി. വഖദ് അഷാറ അലൈഹി ലദാ നഖലിഹി മിനൽ ഇസ്കന്ദരിയ ഖരീബൻ ബിൽ ഇഖാമത്തി ഫി ബെൻസിയൂൻ മിറാമർ. അദ്ദേഹത്തിന് അലക്സാണ്ട്രിയയിൽ നിന്ന് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ സഹോദരനോട് മിറാമർ ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മാല ത്വലബ നഹ്വി മുൻതഹിസൻ ഫുർസത ഇൻശിഗാലിഹിം ബിശ്ശറാബ് വഹമസ വഖഅനാ ഫീ വക്രിൻ ലിൽ ജവാസീസ്. മറ്റുള്ളവർ കുടിക്കുന്ന തിരക്കിനിടയിൽ
ത്വൽബ എൻ്റെ അരികിലേക്ക് ചാഞ്ഞ് ചെവിയിൽ ഇങ്ങനെ രഹസ്യമായി പറഞ്ഞു, ചാരന്മാരുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ പെട്ടിരിക്കുന്നത്. വഹമസലഹു ബിദൗരി ലഖദ് വല്ലത് അയ്യാമുൽ വഹ്ഷിയ ഫലാ തകുൻ സഖീഫൻ. വെറുതെ മണ്ടത്തരം പറയല്ലേ, മനുഷ്യരെ കണ്ടുകൂടാത്ത ഈ സ്വഭാവമൊന്ന് നിർത്തിക്കൂടെ തനിക്ക്? വൈദാ ബി സിയാസത്തി തുഫർഖിഉ ഫി സുമർ വബദാ സർഹാൻ മുതഹമ്മിസൻ ബിലാ ഹുദൂദ് ലഖദ് ഖലഖ റീഫു ഖൽഖൻ ജദീദൻ. അപ്പോഴേക്കും എല്ലാവരും രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങി. സെർഹാനായിരുന്നു കൂട്ടത്തിൽ ആവേശം കൂടുതൽ. വായയിലെ ഭക്ഷണത്തിൻ്റെ അളവിനനുസരിച്ച് അയാളുടെ ശബ്ദവും മാറുന്നുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവസ്ഥയാകെ മാറിയിരിക്കുകയാണിപ്പോൾ. വകാന സൗതുഹു യതഗയ്യർ തിബഅൻ ഔ തബഅൻ ലിംതിലാഇഹി ബിത്ത്വാം ഔ ഖുൽവിഹി മിൻഹു കദാലിക്കൽ ഉമ്മാൽ ഇന്നി അഈശു ബൈനഹും ഫി ശരിക ഫതആലു വൻദുറു ബിഅൻഫുസികും. ഇതുപോലെ തന്നെയാണ് നഗരങ്ങളിലെ തൊഴിലാളി വർഗവും. ടെക്സ്റ്റൈൽസ് മില്ലിൽ ഞാൻ അവർക്കൊപ്പമാണ് കഴിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാവുന്നതേയുള്ളൂ. വസഅലഹു മൻസൂർ ബാഹി ഇന്നഹു അംയലഹും ലിസ്സുമതി വഖദ് യൻഫജറു ളാഹികൻ കഅന്നഹു ശഖ്സുൻ ആഖർ അതസ്തഗിൽ ബിസിയാസ ബിൽഫഅൽ. കൂട്ടത്തിൽ അധികം സംസാരിക്കാത്തയാളാണ് മൻസൂർ ബാഹി. എന്നാൽ മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും രാഷ്ട്രീയക്കാരനാണോ? മിൻ ഹൈഅത്തി തഹ്രീർ ഇലൽ ഇത്തിഹാദിൽ ഖൗമി അൽയൗമ അന ഉളുവുൽ ലജ്നതിൽ 20 വഉളുവു മജ്ലിസിൽ ഇദാറത്തിൽ മുൻതഖബ് അനിൽ മുവല്ലഫീൻ. മൻസൂറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സെർഹാൻ പ്രതികരിച്ചു, തീർച്ചയായും ലിബറേഷൻ ഓർഗനൈസേഷൻ മുതൽ വിപ്ലവത്തിന് ശേഷം രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടിയായി മാറിയ നാഷണൽ യൂണിയൻ വരെയുള്ള രാഷ്ട്രീയ സമിതികളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ 20 അംഗ സമിതിയിൽ അംഗവും കമ്പനി ഡയറക്ടർ ബോർഡിലെ ഉദ്യോഗസ്ഥ പ്രതിനിധിയുമാണ്. അലം തസ്തഗിൽ ബി സിയാസ മിൻ ഖബിൽ കല്ല വക്കാല ഹുസ്നി അലാം. പട്ടാള വിപ്ലവത്തിന് മുമ്പ് നിങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നോ? ഇല്ല. വക്കാല ഹുസ്നി അലാം ഇന്നി മുഖത്തനിഉൻ തമാമൻ ബിസ്സൗറ വലിദാലിക അഅ്തബിറു സായിറൻ അലാ തബഖത്തി അല്ലതി ജാഅത് അസ്സൗറതു ലിതസ്വിയതിഹ. വിപ്ലവത്തെ പിന്തുണക്കുന്ന ആളാണ് ഞാൻ. അതിനാൽ തന്നെ വിപ്ലവം കാരണം ഏറെ പരുക്ക് പറ്റിയ ഭൂപ്രമുഖന്മാരടങ്ങിയ എൻ്റെ വർഗം എന്നെ ഒരു കുലംകുത്തിയായാണ് കാണുന്നത്. ഫഖാല മൻസൂർ ബാഹി അല അയ്യ ഹാലിൻ ഫസൗറത്തു ലം തമുസക്. ഹുസ്നിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മൻസൂർ ബാഹി തിരിച്ചടിച്ചു, അതിലെന്താ ഇത്ര സംശയിക്കാൻ? മറ്റെല്ലാവരെയും കൈകാര്യം ചെയ്ത വിപ്ലവം നിങ്ങളെ മാത്രം സ്പർശിക്കാതെ വിട്ടില്ലേ? ലൈസ ദാക ഹുവ സബബ് ഫഹത്ത ഫുഖറാഉ തബഖത്തിന ഖദ് ലാ യുഹിബ്ബുന അസ്സൗറ. അതൊന്നുമല്ല കാര്യം. ഞങ്ങളുടെ കൂട്ടത്തിലെ ദരിദ്ര നാരായണന്മാർക്ക് പോലും വിപ്ലവത്തെ വെറുപ്പാണ്. വാഖീറൻ കാല മൻസൂർ ബാഹി ഇന്നി മുഖത്തനിഉൻ തമാമൻ ബിഅന്ന അസ്സൗറ കാനത് അർഫഖ് ബിഅദാഇഹ മിമ്മ യജിബ്. എനിക്ക് തോന്നിയിട്ടുള്ളത് വിപ്ലവം ആവശ്യമുള്ളതിലധികം അതിൻ്റെ ശത്രുക്കളോട് സൗമ്യതയോടെയാണ് പെരുമാറിയിട്ടുള്ളതെന്നാണ്. മൻസൂറിൻ്റെ പ്രതികരണമാണ്. വല്ലാഹിർ അന്ന ത്വലബ മർസൂഖ് ലന്ന അന്നഹു ഇൻ ലസിമ സുംത് ഫഖദ് യളുറുഹു അസുംത് ഫലിദാലിക ഖാല ലഖദ് ഹാഖ ബിഹി ളററുൻ ബാലിഗുൻ ഫഅകൂനു മുനാഫിഖൻ ലൗ ഖുൽതു ഇന്നനി ലം അതഅല്ലം വലാകിന്നനി അകൂനു അനാനിയൻ കദാലിക് ലൗ അൻകർതു അന്ന മാ അമില ഹുവ മാ കാന യൻബഗി അൻ യഅമൽ. ഇതിനിടയിൽ ത്വൽബ മർസൂഖ് ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ നിശബ്ദനായിരുന്നാൽ മറ്റുള്ളവർ തന്നെ സംശയിക്കുമെന്നായിരിക്കും. അവസാനം അയാളും സംസാരിച്ചു. വിപ്ലവം കാരണം തട്ടുകേടുണ്ടായ ആളാണ് ഞാനും. എനിക്കതിൽ വേദന തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ കപടതയായിരിക്കും. പിന്നെ വിപ്ലവം കാരണം സംഭവിച്ചതൊക്കെ നടക്കേണ്ടത് തന്നെയാണെന്ന വസ്തുത നിരസിച്ചാലും അത് വലിയ സ്വാർത്ഥത തന്നെയായിരിക്കും. وعندما آويت إلى حجرتي قبيل الفجر لحق بي فسألني عن رأيي
فيما قال فأجبته بصوت غريب بعد أن نزعت طاقم أسناني. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് മടങ്ങിയെത്തിയത് നേരം വെളുക്കറായപ്പോഴാണ്. പിന്നാലെ കൂടിയ ത്വൽബ മർസൂഖ് ചെറുപ്പക്കാരോട് വിപ്ലവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. റായ, നന്നായിരിക്കുന്നു. അതലുന്നു അന്ന അഹദൻ സ്വദ്ദഖനി, വെപ്പുവല്ല് എടുത്തു മാറ്റിയതിനാൽ എൻ്റെ ശബ്ദത്തിൽ എന്തോ വൈചിത്രം തോന്നി. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിച്ചുണ്ടാകുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ലായഹും, ഓ അതൊന്നും കാര്യമാക്കേണ്ട. യുഹ്സിനു ബി അൻ അബ്ഹസ അൻ മഖാമിൻ ആഖർ, ഞാൻ താമസിക്കാൻ വേറെ ഏതെങ്കിലും ഇടം നോക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ലാ തകുൻ സഖീഫൻ, വെറുതെ മണ്ടത്തരം പറയരുതേ. കുല്ലമാ സമയത്തു സനാഅൻ അലാ ഇജ്റാഅത്തി ഖത്ല തഅറൽതു ലിഅസമത്തി റോമാത്സം, മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന സർക്കാർ നയങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ മറ്റൊരു മസ്തിഷ്കാഘാതം കൂടി ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോകുന്നു. അലൈക് അൻ തുറവ്വിദ നഫ്സക് അലി, നിങ്ങൾക്ക് ഇതിനോടൊക്കെ പൊരുത്തപ്പെടുന്നതല്ലേ നല്ലത്. കമാ തഫ്അൽ അൻത, നിങ്ങൾ പൊരുത്തപ്പെട്ടതുപോലെയാണോ? ഫഖുൽതു ലാഹികൻ ഇന്നനാ മുഖ്തലിഫാനി മുൻദുൽ അസൽ കമാ തഅലം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പണ്ടേ വ്യത്യസ്ത ധ്രുവക്കാരാണല്ലോ. ഫമല്ലാ വഹുവ യഖൂലു ലി അതമന്ന ലക അഹ്ലാമൻ മുസ്ഇജ. ഇത്ര കൂടി പറഞ്ഞിട്ട് ത്വൽബ മർസൂഖ് പോയി പേടി സ്വപ്നങ്ങൾ കാണട്ടെ താൻ. ഇതോടെ നമുക്ക് വായന ഇവിടെ തൽക്കാലം വിരാമമിടാം. അടുത്ത വീഡിയോയിൽ ബാക്കി വായിക്കാം. അസ്സലാമു അലൈക്കും.